രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ കേവലം പ്രത്യയശാസ്ത്രപരമായ പോരാട്ടങ്ങൾക്കപ്പുറം ഡിജിറ്റൽ യുഗത്തിലെ ഏറ്റവും മൂല്യമുള്ള സമ്പത്തായ ഡാറ്റയെ കേന്ദ്രീകരിച്ചുള്ള വലിയൊരു തർക്കത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളെയും സ്വകാര്യ വിവരങ്ങളെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ചൊല്ലി ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം വിരൽ ചൂണ്ടുമ്പോൾ വോട്ടർമാരുടെ സ്വകാര്യതയാണ് ഇവിടെ വലിയ ചോദ്യചിഹ്നമായി മാറുന്നത്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനമാണ് സ്പാർക്ക്. ജീവനക്കാരുടെ ശമ്പളം, ആനുകൂല്യങ്ങൾ, മറ്റ് സർവീസ് വിവരങ്ങൾ എന്നിവ ഇതിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പോർട്ടലിൽ നൽകിയിട്ടുള്ള ജീവനക്കാരുടെ സ്വകാര്യ ഫോൺ നമ്പറുകൾ നിയമവിരുദ്ധമായി ശേഖരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാഷ്ട്രീയ സന്ദേശങ്ങൾ അയച്ചു എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. ഈ വിഷയം ഹൈക്കോടതിയുടെ മുന്നിലെത്തിയപ്പോൾ ഗൗരവകരമായ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്. വ്യക്തിഗത വിവരങ്ങൾക്ക് എന്ത് സുരക്ഷയാണുള്ളതെന്ന് ചോദിച്ച കോടതി പ്രഥമ ദൃഷ്ട്യാ ഇത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന് വിലയിരുത്തി. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ ഇത്തരം സന്ദേശങ്ങൾ അയക്കരുതെന്ന് സർക്കാരിന് കർശന നിർദ്ദേശവും നൽകി. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് വിവരങ്ങൾ കൈമാറാനാണ് സന്ദേശങ്ങൾ അയച്ചതെന്ന് സർക്കാരിന്റെ വാദത്തെ കോടതി തള്ളി. വിവരങ്ങൾ എന്താവശ്യത്തിന് ഉപയോഗിച്ചു എന്നതിനേക്കാൾ ഗൗരവകരം ആ വിവരങ്ങൾ എങ്ങനെ ചോർന്നു എന്നതാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഒരു വ്യക്തി സർക്കാരിനെ വിശ്വസിച്ച് നൽകുന്ന വിവരങ്ങൾ മറ്റൊരാവശ്യത്തിനായി ഉപയോഗിക്കില്ലെന്ന് നേരത്തെ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ നൽകിയ ഉറപ്പിന് വിരുദ്ധമാണ് ഈ നടപടിയെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. സർക്കാർ ഡാറ്റ ചോർച്ചയിൽ പ്രതിപക്ഷ നിലപാട് കടുപ്പിച്ചതോടെ ഇതിനെ പ്രതിരോധിക്കാൻ CPM കേന്ദ്രങ്ങൾ UDF-നെതിരെ പുതിയ ആരോപണങ്ങളുമായി രംഗത്തെത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനായി മണ്ഡലങ്ങളിൽ രഹസ്യമായി ഫോൺ സർവേകൾ നടത്തുന്നു എന്നതാണ് ഇവരുടെ വാദം. വൈക്കം, വട്ടിയൂർക്കാവ് തുടങ്ങിയ മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ ഫോൺ നമ്പറുകൾ എങ്ങനെ കോൺഗ്രസിന് ലഭിച്ചു എന്നതാണ് ഇവരുടെ ചോദ്യം. അതോടൊപ്പം മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത സന്ദേശങ്ങൾ വഴി സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ടുള്ള ഇന്റർനെറ്റ് കോളുകൾ വ്യാപകമായി ലഭിക്കുന്നുണ്ടെന്നും CPM ആരോപിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി വോട്ടർമാർക്ക് ലഭിച്ച കോളുകളുടെ ഓഡിയോ ക്ലിപ്പുകൾ CPM അനുകൂല മാധ്യമങ്ങൾ സജീവമായി പുറത്തുവിടുകയുമുണ്ടായി. ഈ ആരോപണത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിനായി ഔദ്യോഗികമായി യാതൊരുവിധ ഫോൺ സർവേയും തങ്ങൾ നടത്തുന്നില്ലെന്ന് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ഡാറ്റ ചോർച്ചയിൽ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയതിന്റെ നാണക്കേട് മറയ്ക്കാനാണ് CPM ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. CPM പുറത്തുവിട്ട ശബ്ദരേഖകളും വിവരങ്ങളും കെട്ടിച്ചമച്ചതാണെന്നും തങ്ങളുടെ കൈവശം വോട്ടർമാരുടെ ഡാറ്റാബേസ് ഇല്ലെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. സ്വകാര്യ ഏജൻസികളെ ഉപയോഗിച്ച് സർവേ നടത്തുന്നതും സർക്കാർ ഔദ്യോഗിക സംവിധാനത്തിലെ വിവരങ്ങൾ ചോർത്തുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ രണ്ട് ആരോപണങ്ങളും പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഹൈടെക് പ്രചാരണ രീതികളിലേക്ക് മാറിക്കഴിഞ്ഞു എന്നതാണ്. എന്നാൽ ഇത് ഡാറ്റ മോഷണം എന്ന വലിയ കുറ്റകൃത്യത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാരുടെ ജാതി, മതം, രാഷ്ട്രീയ ആഭിമുഖ്യം എന്നിവ മനസ്സിലാക്കി അവർക്ക് പ്രത്യേകമായി സന്ദേശങ്ങൾ എത്തിക്കാൻ ഡാറ്റ അത്യാവശ്യമാണ്. അതോടൊപ്പം സ്ഥാനാർത്ഥികൾക്ക് എത്രത്തോളം സ്വീകാര്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിയാൻ സർവേകൾ സഹായിക്കും. എന്നാൽ ഇതിനായി ഉപയോഗിക്കുന്ന വിവരങ്ങൾ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതാണ് യഥാർത്ഥ പ്രശ്നം. സർക്കാർ ജീവനക്കാരുടെ ഫോൺ നമ്പറുകൾ സ്പാർക്കിൽ നിന്നോ സാധാരണക്കാരുടെ നമ്പറുകൾ റേഷൻ കാർഡ് വിവരങ്ങളിൽ നിന്നോ എടുക്കുന്നത് ഗുരുതരമായ നിയമലംഘനമാണ്. വോട്ടർമാരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണമെന്ന 2017 പുട്ടുസ്വാമി വിധി ഇവിടെ പ്രസക്തമാണ്. ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങൾ UDF-ന്റെ സർവേകളെ കുറിച്ച് വാർത്തകൾ നൽകുമ്പോൾ പ്രതിപക്ഷ അനുകൂല കേന്ദ്രങ്ങൾ സ്പാർക്ക് ഡാറ്റ ചോർച്ചയെക്കുറിച്ചുള്ള കോടതി വിധികളെയും വിമർശനങ്ങളെയും ചർച്ചയാക്കുന്നുണ്ട്. ഇത് വോട്ടർമാരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഒരു വശത്ത് സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെ കുറിച്ചുള്ള ആശങ്കയും മറുവശത്ത് സ്വകാര്യ ഏജൻസികൾ വോട്ടർമാരുടെ വിവരങ്ങൾ കൈക്കലാക്കുന്നതിലെ ദുരൂഹതയും നിലനിൽക്കുന്നുണ്ട്. ഡാറ്റ ചോർച്ചയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയ ആരോപണങ്ങളായി തള്ളിക്കളയാവുന്നതല്ല. ഹൈക്കോടതി നിരീക്ഷിച്ചതുപോലെ ഇത് പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഒരു വശത്ത് സ്പാർക്ക് വിവരങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിച്ചുവെന്ന ആരോപണത്തിൽ സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ മറുവശത്ത് UDF-നെതിരെയുള്ള സർവേ ആരോപണങ്ങളിലൂടെ തിരിച്ചടി നൽകാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നത്. വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടേണ്ട തിരഞ്ഞെടുപ്പ് കാലത്ത് ഡാറ്റ ഒരു വിവാദ വിഷയമായി മാറുന്നത് ഡിജിറ്റൽ യുഗത്തിലെ രാഷ്ട്രീയ മൂല്യച്യുതിയെയാണ് കാണിക്കുന്നത്. ഏത് മുന്നണി ഡാറ്റ ചോർത്തിയാലും അത് പൗരന്റെ മൗലിക അവകാശത്തിന്മേലുള്ള ലംഘനമാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ അന്തിമ വിധി വരുന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ ഡാറ്റ സുരക്ഷയുമായി ബന്ധപ്പെട്ട പുതിയ നിയമനിർമ്മാണങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറക്കുമെന്ന് ഉറപ്പാണ്.